ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അരുണിൻ്റെ അമ്മ വേദന ഒരു മുറിയിലേക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവിടെ ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. എന്നിട്ട് തരുൺ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് എന്നൊക്കെ പറയുകയാണേ. അച്ഛൻ മരിച്ചതിൻ്റെ വേദനയൊക്കെ അവൻ ഇവിടെ വന്നിരുന്നാണ് തീർക്കാറുള്ളത്. മോൾ എന്തായാലും മോളുടെ ജീവിതം പടുത്തുയർത്തണം. മോൾ LLB പഠിച്ചതാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. മോൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് വേറെ രീതിയിൽ ചിന്തിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് കളക്ടർ ആവാനുള്ള പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ബുക്കൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രമി ഡിക്രൂസ് സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ ഈ തടവറയിലെ ജീവിതം ഒരു ട്രെയിനിങ് ആയിട്ട് കണക്കാക്കണമെന്ന്. അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കണം, അതുകൊണ്ട് തുടർന്ന് പഠിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തിരികെ ചെല്ലുമ്പോൾ അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയും. നിന്ന് പോയ ആ പഠിപ്പ് എനിക്ക് വീണ്ടും തുടങ്ങണം എന്ന് പറയുമ്പോൾ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. ഇവിടുത്തെ ലൈബ്രറി തനിക്ക് ഉപയോഗിക്കാം, അതിന് വേണ്ടിയിട്ട് തനിക്ക് വേണ്ടി ബുക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുതരാം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രമിന് ഭയങ്കര സന്തോഷമാവാണ്. പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും സൗണ്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ കാണിക്കുന്നത് വേദ പഠിക്കുന്നതാണ് കേട്ടോ. പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കളച്ചിരുന്നിട്ട് പഠിക്കുകയാണ്. ഇതേ സമയം വിക്രമും പഠിക്കുകയാണ്. ജയിലിൽ വെച്ചിട്ട് ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ ഡിക്രൂസ് സാറ് കൊണ്ടു കൊടുത്തിട്ട് അത് വെച്ചിട്ട് വിക്രം ഡിഗ്രിക്ക് മുടങ്ങിപ്പോയ പഠിത്തം പൂർണ്ണമാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. വേദയും പഠിക്കുകയാണ്. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അമ്മ കൂട്ടായിട്ടുണ്ട്, തരുണിൻ്റെ അമ്മ. പിന്നെ കൊച്ചിനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും അവരുടെ ആയൊരു ലൈഫ്. പിന്നെ കൊച്ച് വലുതാവണം, ചെറിയ രീതിയിൽ കൊച്ച് വലുതായിട്ട് ഒരു 2 വയസ്സൊക്കെ പ്രായമുള്ളൊരു കൊച്ചാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേദ പഠിക്കുന്ന സ്ഥലത്തേക്ക് കൊച്ചിനെ കൊണ്ട് തരുണും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ കൊച്ചിനെ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളും, അതുപോലെ വേദയുടെ എക്സാം കഴിയുന്നതും എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവരും കൂടെ നോക്കി നിന്ന് കാണുന്നതും വേദ പാസ്സാവുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. ഭയങ്കരമായിട്ട് ഹാപ്പിയോട് കൂടിയിട്ട് ആണ് കേട്ടോ. തരുണ് വേദയുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്, കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് പാസ്സായതിൽ. അങ്ങനെ വേദ ട്രെയിനിങ്ങിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുകയാണ്. അവിടെ വെച്ചിട്ട് വേദ ശങ്കരനാരായണനെ വിളിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ശങ്കരനാരായണൻ വേദയുടെ ശബ്ദം കേട്ടോട് കൂടിയിട്ട് വല്ലാതായി പോകണം. മോളെ എവിടെയായിരുന്നു മോളെ, നീ എത്ര നാളായി നിന്നെ ഞാൻ അന്വേഷിക്കുന്നത്, നീ ആരോടും പറയാതെ എവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്നൊക്കെ വേദനയോട് ചോദിക്കുകയാണ് കേട്ടോ. അച്ഛാ പറയാം അച്ഛാ, ഞാനിപ്പോൾ വിളിച്ച കാര്യം അച്ഛൻ വേറെ ആരോടും തന്നെ പറയരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മോളെ എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്, ഇനി നിനക്ക് വിളിച്ചിരിക്കേണ്ട കാര്യമില്ല, നീ ഇങ്ങോട്ട് തിരിച്ചു പോരെന്ന് പറയട്ടോ. അങ്ങനെ തിരിച്ചു പോരാനൊന്നും പറ്റുന്നൊരവസ്ഥയിലല്ല. നീ ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ മസൂരിയിലാണ് അച്ഛാന്ന് പറയട്ടെ. മസൂരിയിലോ എന്ന് ചോദിക്കും. അതെ, ഞാൻ ട്രെയിനിങ് പീരീഡിലാണ്. ട്രെയിനിങ് പീരീഡോ? അതെന്ത് നോക്കിട്ടോ, ഞാനിപ്പോൾ സിവിൽ സർവീസ് എടുത്തിട്ടുണ്ട് അച്ഛാന്ന് പറയട്ടോ. അത് കേൾക്കുന്നതോട് കൂടിയിട്ട് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ശങ്കരനാരായണന്. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് മോളെ എന്ന് പറയൂട്ടോ. അപ്പോൾ അതെ, അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങൾക്കുമായിട്ട് ഞാനിവിടെ മസൂരിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അച്ഛനെ ഉടനെ തന്നെ കാണണം, എനിക്ക് ചില കാര്യങ്ങൾ അച്ഛനെ പറഞ്ഞേൽപ്പിക്കാനുണ്ട് എന്ന് പറയൂട്ടോ. അപ്പോൾ അച്ഛൻ പക്ഷേ ഞാൻ വിളിച്ച കാര്യമോ സംസാരിച്ച കാര്യമൊന്നും, അതുപോലെ എന്നെ കാണാൻ വരുന്ന കാര്യം അമ്മയോട് പോലും അച്ഛൻ പറയരുതെന്ന് പറയട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിറ്റേ ദിവസം തന്നെ നമ്മളെ ശങ്കരനാരായണൻ വേദന കാണാൻ വരികയാണ് കേട്ടോ. അങ്ങനെ വേദന കണ്ട വഴനെ തോളിലൊക്കെ പിടിച്ച് സംസാരിച്ച് പോകണം കേട്ടോ. എന്തിനാണ് മോളെ നീ ഇങ്ങനെ വിളിച്ച് നിൽക്കുന്നത്, എങ്ങനെയാണ് നീ ഇവിടെ എത്തിപ്പെട്ടത്, നീ എന്തിനാണ് ഇങ്ങനെ നാട് വിട്ടു പോകുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അതൊക്കെ എനിക്കറിയാം അച്ഛാ. അച്ഛൻ എന്തായാലും വായു എന്ന് പറയാം കേട്ടോ. നീ ഗർഭിണിയാണെന്ന് ശ്രീകാന്ത് പറഞ്ഞ് ഞാൻ അറിഞ്ഞു, കുഞ്ഞെവിടെയെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ വേദ അതിന് മറുപടി പറയുന്നില്ല. എന്താ മോളെ, എല്ലാം പറയാനുണ്ട് അച്ഛൻ, എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അച്ഛൻ വായോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനെ വിളിച്ച് വരുത്തിയത്. പക്ഷേ നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച അത്രയും രഹസ്യമായിരിക്കണം, വേറെ ആരും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വിക്രമിൻ്റെ കേസിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ അതിനെ റീഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള എന്തെങ്കിലും തെളിവില്ലാതെ അത് റീഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ. അന്നേരം വേദ പറയാണ്, ശ്രീയേട്ടൻ ഇപ്പോഴും എൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. അതെനിക്കറിയാം ശങ്കരനാരായണൻ പറയുന്നുണ്ട്. വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ, നിൻ്റെ കുഞ്ഞ് എവിടെയും ചോദിക്കും കേട്ടോ. അപ്പോഴതിന് മറുപടി ശങ്കരനാരായണനോട് വേദ പറയുന്നില്ല.
അതിന് ശേഷം പറയാണ് എനിക്ക് എന്തായാലും ശ്രീയേട്ടൻ എൻ്റെ പിന്നിലുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് തടസ്സമുണ്ട്. ഇനി അങ്ങോട്ട് എനിക്ക് ട്രെയിനിങ് പീരീഡാണ്. പല പല സ്ഥലങ്ങളിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ശ്രീയേട്ടൻ എൻ്റെ പിന്നിൽ ഒരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. അതിന് ഞാൻ ചില കാര്യങ്ങൾ അച്ഛനെ പറഞ്ഞേൽപ്പിക്കും. അത് അച്ഛൻ ചെയ്യണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കാണിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം അച്ഛൻ വിക്രമിനെ കാണാൻ പോകണം. എന്നെ കണ്ട കാര്യം പറയരുത്, പക്ഷേ ഒരുപാട് സർപ്രൈസുകളുമായിട്ട് വേദ വരും എന്ന് മാത്രം അച്ഛൻ വിക്രമിനോട് പറഞ്ഞാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ അണ്ണൻ്റെ ഒരുപാട് സങ്കടവും ആവാണ് കേട്ടോ. നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷെ അതെനിക്ക് അത് പറ്റുന്നില്ല എന്ന് പറയാൻ കേട്ടോ. സാറില്ല അച്ഛാ, കാര്യങ്ങളൊക്കെ ശരിയാവുന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് ശങ്കരനാരായണൻ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നത് നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, അടിയനെ രാജകൊട്ടാരത്തിൽ കയറ്റാനായിട്ട് വലിയ തമ്പുരാൻ സമ്മതിക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹാസത്തോടു കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അല്ല, അച്ഛൻ ഒരു യാത്രയൊക്കെ പോയി, നിങ്ങളൊരു യാത്രയൊക്കെ പോയി എന്ന് പറഞ്ഞു. അത് വടക്കോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും മോളെ കാണാൻ വേണ്ടി പോയതാണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയും കാണാൻ തന്നെ പോയതാ, പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയട്ടോ. നീയാണല്ലോ അവളെ പിന്നിൽ കൂടെ ഉള്ളത്, നീയാണല്ലോ അവളെ അന്വേഷിച്ച് നടക്കുന്നത് എന്നേക്കാൾ കൂടുതൽ. ആഹാ, അതൊക്കെ അച്ഛൻ അറിയാലേ എന്ന് പറയട്ടോ. അറിയാം, എനിക്കറിയാം അതൊക്കെ എന്ന് പറയട്ടോ. അതെ, മര്യാദയ്ക്ക് ആ കമ്പനിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഞാനല്ലേ. എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളൊക്കെ കൂടിയിട്ട് തന്നെയാണ്. ചെറുപ്പകാലം തുടങ്ങി ആ കമ്പനിയിലേക്ക് ഞാൻ വന്നതാണ്. എന്നെ സഹായിക്കാനായിട്ട് വർഷൊരച്ഛനുണ്ടായിരുന്നു എന്നുള്ളത് ചെയ്തു തന്നെയാണ്. പക്ഷേ ആ കമ്പനി പിന്നെ ഞാൻ നോക്കി നടത്തിയിട്ട് അതിൽ വില്ല് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അത് വേദയ്ക്കുണ്ടാവുന്ന കൊച്ചിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അതൊക്കെ നോക്കി നടത്തുന്നത്? ഇത്രയും കാലം എൻ്റെ യൗവനം മുഴുവൻ ഞാൻ ചിലവഴിച്ചത് ആ കമ്പനിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ വേദനെ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പലതവണ ശ്രമിച്ചത്. എന്തായാലും ആ തിണ്ടിക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനെ ആ കമ്പനി കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല ഒരിക്കലും എന്ന് പറയാൻ കേട്ടോ. ആ തിണ്ടിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കമ്പനി എന്തായാലും നിങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ട. ഡൽഹിയിൽ വെച്ചിട്ട് ഞാൻ അവൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ അവൾ പ്രസവിക്കാനായിട്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. വേദയോട് സാമ്യമുള്ളൊരു പെണ്ണിനെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അവളുടെ പേര് വേദ എന്നായിരുന്നില്ല. പക്ഷേ മരണത്തോടെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞില്ലല്ലോ. അപ്പോൾ കുഞ്ഞ് മരിച്ചു പോയി എന്ന് ശങ്കരനാരായണനും കരുതാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, അതെ എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി. എന്തായാലും വേദയ്ക്ക് കുഞ്ഞില്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ആ കമ്പനി എന്തായാലും വേദയ്ക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല. നീയാണല്ലോ ഇത്രയും കാലം അത് നോക്കി നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുത്തച്ഛൻ്റെ വില്ലിലെ മറ്റൊരു കാര്യം ഞാൻ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്ത് നടപ്പിലാക്കാൻ പോകുന്നു? മുത്തച്ഛൻ്റെ വില്ലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ വേദയ്ക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാരാണോ ദീർഘകാലമായിട്ട് നോക്കി നടത്തുന്നത് അയാൾക്ക് തന്നെ ആ കമ്പനി നൽകണം എന്നുള്ള കാര്യം, ആ സ്വത്തുക്കൾ നൽകണം എന്നുള്ള കാര്യം. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നീയാണല്ലോ അത് നോക്കി നടത്തുന്നത്, അത് നിനക്ക് തന്നെ തരാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശ്രീകാന്ത് പറയും, നിങ്ങളീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. എന്തായാലും നീ അത് നോക്കി നടത്തിയ ആളാണല്ലോ, അപ്പോൾ പിന്നെ നിനക്ക് ഞാൻ ആയൊരു ഇതൊക്കെ എഴുതി തരാമെന്ന് പറയും കേട്ടോ. ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ശ്രീകാന്തിന്. എന്തായാലും രജിസ്ട്രേഷനുള്ള സമയവും സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ ഡേറ്റൊക്കെ നിന്നെ അറിയിക്കാമെന്ന് പറയാം കേട്ടോ. ഇതൊക്കെ നേരത്തെ ചെയ്തുകൂടിയായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാത്തിനും അതിൻ്റേതായ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാണ് കേട്ടോ. ഈ ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ശങ്കരനാരായണൻ ചിരി വരാൻ കേട്ടോ. വേദന പ്ലാനിങ് അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് വേദ പഠിക്കാൻ പോകുന്നതും ട്രെയിനിങ്ങും അതുപോലെ തന്നെ കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ പോവുകയാണ് തരുൺ. അതുപോലെ തിരിച്ചു കൊണ്ടുവരും. കൊച്ചിനോട് ഒരുപാട് അടുക്കാണ് കേട്ടോ. കൊച്ചി വലുതായി വരികയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെയാണ് കൊച്ചിനെ കാണുന്നത്. അപ്പോൾ കൊച്ചാണെന്നുണ്ടെങ്കിൽ തരുണിൻ്റെ അടുത്ത് ഇങ്ങനെ ഉറങ്ങണമൊക്കെ കാണുമ്പോൾ വേദയ്ക്ക് വല്ലാത്തൊരു മാനസിക വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തരുൺ കൂടുതൽ കുഞ്ഞിനോട് അടുക്കാണല്ലോ. പിന്നെ കുഞ്ഞ് വലുതായിട്ട് ഒരു 5 വയസ്സായിട്ടുള്ള ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. വേദ വരുമ്പോൾ തന്നെ കൊച്ച് അമ്മയെന്ന് വിളിച്ച് ഓടി ചെല്ലുന്നതും കെട്ടിപ്പിടിക്കുന്നതും അവർ തമ്മിലുള്ള ഒരു സ്നേഹവും. പക്ഷേ വേദ വരുമ്പോഴേക്കും കൊച്ചിനെ എടുക്കും. പക്ഷേ കൊച്ചിനെ അപ്പം തന്നെ വേദയുടെ കയ്യിൽ നിന്ന് തരുൺ പിടിച്ച് വാങ്ങി കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു വിഷമത്തോട് കൂടിയിട്ട് വേദ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ കൂടി വന്നിട്ട് വേദനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് അതായത് ഓർഡർ കിട്ടി കളക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുകയാണെന്നൊക്കെ അമ്മനോട് പറയാണ് കേട്ടോ.
അങ്ങനെ വേദയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ഒരു ഇത് കിട്ടി. ആ സമയത്ത് വേദ പോവുകയും ചെയ്തു. പിന്നെ കൊച്ചു വലുതാവുന്നതും തരുണും കൊച്ചും അതുപോലെ തന്നെ അവരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ പിന്നെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വേദ വീട്ടിലേക്ക് വരുന്നത്, കൊച്ചിനെ കാണുന്നു, കൊച്ചിനെ സ്നേഹിക്കുന്നത്, കൊച്ചു വളരുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പെട്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിനിടയിൽ തമിഴ്നാട്ടിലേക്ക് മാറ്റം കിട്ടുകയാണ് കേട്ടോ തരുണിനും. അങ്ങനെ വേദയും അമ്മയും കൊച്ചും എല്ലാവരും കൂടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ താമസിക്കുന്ന വീടൊക്കെ ഉപേക്ഷിച്ച് അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും തമിഴ്നാട്ടിൽ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ജയിലിൽ ഡിക്രൂസ് സാറിന് യാത്രയപ്പ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ പ്രസംഗിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ജയിലിൽ 32 വർഷമായി ഞാനിവിടെ ഇങ്ങനെ വന്നിട്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഒരു തടവുകാരൻ തന്നെയാണ് ഞാൻ. എൻ്റെ ഭാര്യ പറയാറുണ്ട് ഞാൻ കല്യാണം കഴിച്ചത് ജീവിതകാലം മുഴുവൻ തടവിലാക്കപ്പെട്ട ഒരു പോലീസുകാരനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തമാശ പോലെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഞാനിവിടെ പലതരത്തിലുള്ള ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ നിരപരാധികളായിട്ട് വന്നവർ, സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്തവർ, തുടക്കത്തിലേ തന്നെ ക്രിമിനലായിട്ടുള്ളവർ, കുറ്റം ചെയ്യണം എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്നവർ, എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് വന്ന് തിരിച്ചു പോയി വീണ്ടും അതേപോലെ തന്നെ വീണ്ടും കുറ്റം ചെയ്ത് തിരിച്ചു വരുന്നവർ, അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്കൊരാളെ കാണാൻ പറ്റി, വിക്രം സുധാകരൻ. അയാളിവിടെ വന്നതിന് ശേഷം അയാളുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വലിയൊരു രീതിയിലേക്കൊരു കാര്യം ചെയ്തു. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടാൻ വിക്രമിന് സാധിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ അയാൾ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ. അപ്പോൾ എന്തായാലും ഞാൻ വിക്രമിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഈ പൊന്നാട ഞാൻ വിക്രമിനെ അണിയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ആ ഒരു പൊന്നാട അണിയിച്ചതിന് ശേഷം വിക്രമിനെ അയാൾ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിക്രം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താടോ താനിങ്ങനെ വിഷമിച്ച് നിൽക്കണേന്ന് പറഞ്ഞിട്ട് ഒരു കാപ്പിയൊക്കെ എടുത്ത് വിക്രമിന് കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഭാര്യയും മക്കളായിട്ട് കുറച്ച് കാലം താമസിക്കട്ടോ എന്ന് പറഞ്ഞിട്ടോ. അയ്യോ സാറേ അതല്ല, സാറ് പറഞ്ഞല്ലോ സാറിന് ഇതൊരു തടവറ പോലെ തന്നെയാണെന്ന് ഭാര്യ പറഞ്ഞല്ലോ. അങ്ങനെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിക്രം പറയാണ് കേട്ടോ. ജീവിതകാലം മുഴുവനും തടവിലാക്കപ്പെട്ട ഒരു പോലീസുകാരനെയാണല്ലോ എനിക്ക് കിട്ടിയത്. അതൊക്കെ ഞാൻ തമാശയ്ക്കൊക്കെ പറഞ്ഞതാടോ. എനിക്കെന്തായാലും നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ ഈ തടവിലേക്ക് വന്നതുപോലെയല്ലല്ലോ ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം, പക്ഷെ നിങ്ങളതല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും താൻ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി താൻ തിരിച്ചു ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ലോകമാണ്, നല്ലൊരു ജീവിതമാണ്. അത് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ. എന്നാലും സാർ ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ വന്ന് പറയാൻ ഒരാൾ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് സാറ് മാറിക്കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. ഇനി വിക്രമ് ആളുടെ കാലൊക്കെ തൊട്ട് വന്നിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രമിനെ അയാൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണനെ കാണാനായിട്ട് ഒരു മേലുദ്യോഗസ്ഥൻ വരികയാണ് കേട്ടോ. അതായത് പുതിയതായിട്ട് ചാർജ് എടുത്തത് ഡിക്രൂസിന് പകരം ബാലചന്ദ്രൻ ആളെ പേര് ശങ്കരനാരായണനെ വന്ന് കാണാണ്. അപ്പോൾ ഞാൻ തന്നെ കാണണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ എനിക്ക് കുറച്ച് യാത്രകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തതെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചാലക്കുടിയിൽ ഒരു കേസിൻ്റെ അന്വേഷണത്തിലായിരുന്നു സാറേ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഇവിടെ വന്ന് സാറിനോട് പറയണമെന്ന് തോന്നിയെന്ന് പറയും കേട്ടോ. അവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു കേസിൻ്റെ പുറകെയായിരുന്നു. അതായത് അവിടെ ഭവന നിർമ്മാണത്തിൻ്റെ ഒരു കേസായിരുന്നു. അത് കുറേ വീടുകൾ അവർ പണിത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വലിയൊരു എമൗണ്ട് വെച്ചിട്ട് അവർ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് തവണകളായിട്ട് ബാക്കിയുള്ളത് അടച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വീടുകളൊക്കെ പണിത് കൊടുത്തു. പിന്നെ ഇവർ ലക്ഷങ്ങൾ വാങ്ങി, പിന്നെ അത് കോടികളായി. അങ്ങനെ കോടികൾ മുങ്ങി കൊണ്ട് അച്ഛനും മകനും മുങ്ങി. അത് ഡിക്രൂസും ജോബിയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അതെ, പക്ഷേ ഈ ജോബി എന്ന് പറയുന്നത് സാറിന് അറിയാവുന്ന ആളാണ്. വിക്രമിൻ്റെ കേസിൽ അന്ന് സാക്ഷി പറഞ്ഞില്ലേ, അയാളാണെന്ന് പറയട്ടോ. ആണോ? ഇടുക്കിയിൽ വെച്ചിട്ടാണല്ലോ സംഭവം അന്ന് നടന്നത്. ഇടുക്കിയിൽ ഒരു ക്യാമറ ഒരു കാലത്ത് കാണാതായിട്ടുണ്ടായിരുന്നു. അത് അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല. അപ്പോൾ ആ കാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷെ അത് മിസ്സായപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോബിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ജോബിൻ്റെ വീട്ടിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ആ ക്യാമറ കിട്ടിയെന്ന് പറയട്ടോ. ആ ക്യാമറ എവിടെ ഇരുന്നതാണെന്ന് സാറിന് അറിയേണ്ടതെന്ന് ചോദിക്കേണ്ട. അപ്പോൾ അത് പറയുമ്പോൾ അത് വിക്രമും ചന്ദ്രശേഖരനും അന്ന് വഴക്കുണ്ടായതും ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നൊരു ക്യാമറയാണ്. അതിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. അത്
വിക്രമിനെ പുറത്തിറക്കാനായിട്ട് സഹായിക്കുന്നു പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പായിട്ടും വേണം. വിക്രമിനെ പുറത്തിറക്കാനായിട്ട് ശക്തമായിട്ടൊരു തെളിവ് ഇതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ ശങ്കരനാരായണൻ പറയും. ഉറപ്പായിട്ടും അത് ഞാൻ തരാം സാറേ, അത് സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്ന് പറയട്ടോ. സാർ എന്തായാലും അടുത്ത കാര്യങ്ങൾക്കുള്ള നീക്കങ്ങൾ ചെയ്തോളാം പറയട്ടോ. അപ്പോൾ വളരെ ഉപകാരം ബാലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ മറ്റേ ബെയിൽ ഒപ്പിടിക്കാൻ, അതായത് വീണ്ടും കേസ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ ശങ്കരനാരായണനോട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛാ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം നമ്മൾ തോറ്റു പോയതല്ലേ എന്ന് പറയട്ടോ. എല്ലാം ബാധിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ തോറ്റുപോയില്ല അച്ഛാ, ഇനിയും വീണ്ടും അച്ഛൻ എന്തിനാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഇതൊന്നും കഷ്ടപ്പാടല്ല. ചില തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില തെളിവുകൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും ഒരു കേസിൽ കിട്ടുക. അങ്ങനെ ഒരു തെളിവ് നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്, നിനക്ക് ഉറപ്പായിട്ടും നിന്നെ ഇതിൽ പുറത്തിറക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പേപ്പറിൽ വിക്രം ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമോ അച്ഛാ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഒന്നും ഇടാതെ തലകൊമ്പിട്ടേക്കാണ്. അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത, എന്തെങ്കിലും ഒരു ഇത് അച്ഛന് കിട്ടിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതോ നിങ്ങൾക്കൊക്കെ അവളെക്കുറിച്ച് അറിയാം, അതും എന്നോട് പറയാനിട്ടാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഒന്നും ഇടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും എന്നെ കണ്ട കാര്യം ആരും അറിയരുത്, വിക്രമിനോട് പറയരുതെന്ന് വേദ പറഞ്ഞ കാര്യം ശങ്കരനാരായണൻ ഓർമ്മ വരുമ്പോൾ പറയുന്നില്ല, അറിവൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ ഉടനെ അവൾ വരും, ആ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് പറയട്ടോ. നീ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ വിക്രം പറയും, അച്ഛൻ എനിക്ക് വേണ്ടി ജോലി കളഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എന്ന് പറയട്ടെ, അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് ശങ്കരനാരായണൻ വിക്രമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശക്തമായൊരു തെളിവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വിക്രമിനും ഒരു ആശ്വാസമൊക്കെ ആവാണ് കേട്ടോ, പുറത്തിറങ്ങാൻ പറ്റുന്നുള്ള കാര്യത്തിൽ. ശങ്കരനാരായണൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് തരുണും തമിഴ്നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോടൊക്കെ നല്ല സോഫ്റ്റായിട്ട് പെരുമാറണം. അപ്പോൾ അവർ പറഞ്ഞിട്ട് പുലിയെ പോലെ ഇരുന്ന ആളാണ് ഇപ്പോൾ പൂച്ച പോലെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. തരുണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് കേട്ടോ. കൊച്ചും വേദയും എല്ലാവരും അവരുടെ ജീവിതത്തിലൂടെ വന്നിട്ട് ജീവിതം മാറി മറിഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ മെയിനായിട്ടുള്ള 2 ആൾക്കാർ വന്നിട്ട് അവരുടെ കേസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ വേറെ പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ അന്ന് ചരക്ക് കേസിൽ പിടിച്ച് പുറത്തിറങ്ങിയ ദേവരാജനുണ്ടല്ലോ, അപ്പം വീണ്ടും ചരക്ക് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് അന്വേഷണത്തിനായിട്ട് പോലീസുകാരോടൊപ്പം പോയിട്ടുള്ളത് സബ് കളക്ടറാണെന്ന് പറയട്ടോ. അപ്പോൾ സബ് കളക്ടർ എന്ന് പറയുന്നത് വേദയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തരുൺ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. യെസ് സാർ, മാഡം ഈസ് ഓൺ ഡ്യൂട്ടി എന്ന് പറയാം കേട്ടോ. അപ്പോൾ വലിയൊരു അപകടത്തിലേക്കാണ് വേദ പോകുന്നതെന്ന് തരുണിന് മനസ്സിലാവാണ് കേട്ടോ. ഇത് 2 എപ്പിസോഡുകളുടെ റിവ്യൂ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള 3 എപ്പിസോഡുകളുടെ റിവ്യൂ നമ്മൾ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.